നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിലെ പുരാതന മാർക്കറ്റായ സൂഖ് മുബാറകയിൽ വൻ തീപിടുത്തം. വലിയ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റിലെ 20 കടകളാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ആയുധ മാർക്കറ്റിന് സമീപത്ത് നിന്നുള്ള കടയ്ക്കാണ് തീ പിടിച്ചത്. തുടർന്ന് മാർക്കറ്റിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അതിവേഗം തീ പടരുകയായിരുന്നു. റംസാൻ കച്ചവട ആവശ്യാർത്ഥം വൻതോതിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇത് നഷ്ടം വർദ്ധിപ്പിച്ചു. അതേസമയം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 അഗ്നിശമന യൂണിറ്റുകളിലെ 100ഓളം ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പെർഫ്യൂം, പെയിന്റ്, തുകൽ തുടങ്ങി വേഗത്തിൽ കത്തിപ്പിടിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമറുകളുടെയും സാന്നിധ്യം തീ പടർന്നു പിടിക്കാൻ കാരണമായി. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തീപിടുത്തമുണ്ടായത്. വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്ന ടെർമിനൽ 2ലെ ബേസ്മെന്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ബേസ്മെന്റിൽ നിന്ന് കനത്ത പുകയും തീയുമാണ് ഉയർന്നിരുന്നത്. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ബേസ്മെന്റ്, ഗ്രൗണ്ട്, 1ാം നില എന്നിവിടങ്ങളിലാണ് തീപിടുത്തം നാശനഷ്ടങ്ങൾ വരുത്തിയത്. വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ ഇവിടെ പെയിന്റും മറ്റ് തീ പിടിക്കുന്ന വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആളപായമോ പരിക്കോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി അലി അൽ മൂസ ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതേസമയം വിമാനത്താവളത്തിലെ 2ാം ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഈ വർഷം ഒടുവിലോടെ ടെർമിനൽ 2 പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ഹാംഗേഴ്സ് നിർമ്മാണം, അറ്റകുറ്റപ്പണി, റൺവേ, പുതിയ പാസഞ്ചർ കെട്ടിടത്തിന്റെ സർവീസ് ബിൽഡിംഗ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഘട്ടം. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പുരോഗമിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.